ഓക്കെ നെക്സ്റ്റ് ഞാൻ നിങ്ങളുടെ സ്വന്തം ASR മിസ് ആണ്. അപ്പൊ മക്കളെ നമ്മുടെ ഓണപരീക്ഷ ബയോളജി എക്സാം ആണ് നാളെ അല്ലേ. അപ്പൊ സുവോളജിയിൽ നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യം 3 മാർക്കിന്റെ ചോദ്യങ്ങൾ തന്നെയാണ്. കാരണം വളരെ കൃത്യമായിട്ട് ഉത്തരം എഴുതണം. അത് മാത്രമല്ല കുറച്ച് എഴുതാനുണ്ടാവും, കുറെ സബ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 100% ഷുവർ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ മിസ് അനലൈസ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 മാർക്കിന്റെ ചോദ്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക കേട്ടോ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദി ഫോർ ഡിഫറൻസ് ബിറ്റ്വീൻ സ്പെർമാറ്റോജനസിസ് ആൻഡ് oogenesis. ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സ്പെർമാറ്റോജനസിസും oogenesis തമ്മിലുള്ള ഏതെങ്കിലും 4 വ്യത്യാസങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? നമുക്കറിയാം സ്പെർമാറ്റോജനസിസ് എന്ന് പറഞ്ഞാൽ സ്പെർമാറ്റോഗോണിയിൽ നിന്ന് സ്പെർം ഉണ്ടാവുന്ന പ്രോസസ് ആണ്. oogenesisോ ഊഗോണിയിൽ നിന്ന് എഗ് ഉണ്ടാവുന്ന പ്രോസസ് ആണ്. ഇനി സ്പെർമാറ്റോജനസിസ് നടക്കുന്നത് ടെസ്റ്റിസിലും oogenesis നടക്കുന്നത് ഓവറിയിൽ വെച്ചിട്ടാണ് അല്ലെ. സ്പെർമാറ്റോജനസിന്റെ ഒരു പ്രത്യേകത എല്ലാ സ്റ്റേജും ടെസ്റ്റിസിൽ വെച്ചിട്ട് കംപ്ലീറ്റ് ആവും. പക്ഷെ oogenesis എന്ന് പറഞ്ഞാൽ മേജർ പാർട്ട് ഒക്കെ ഓവറിയിൽ വെച്ച് കംപ്ലീറ്റ് ആവും. ബാക്കി കുറച്ച് സ്റ്റേജ് എവിടെ വെച്ചിട്ട് കംപ്ലീറ്റ് ആവുക? നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ട് അല്ലെ. ഇനി ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് 4 സ്പെർംസ് അല്ലടാ ഉണ്ടാവുന്നത്. പക്ഷെ ഒരു പ്രൈമറി oocyte നിന്ന് ഒരു ഓവം, ബാക്കി 3 പോളാർ ബോഡീസ് ആണ് ഉണ്ടാവുന്നത്. ഇനി ഒരൊറ്റ ദിവസം തന്നെ മില്യൺസ് ഓഫ് സ്പെർംസ് ആണ് മെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു മന്തിൽ ഒരൊറ്റ ഓവം മാത്രമേ ഓവറിൽ നിന്ന് ഫീമെയിൽ ബോഡിയിൽ റിലീസ് ആവുന്നുള്ളൂ അല്ലെ. ഓരോ മെൻസ്ട്രൽ സൈക്കിളും ഓരോ ഓവമേ റിലീസ് ആവുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇതാണ് സ്പെർമാറ്റോജനസിസും oogenesis തമ്മിലുള്ള ഡിഫറൻസ്. സോ 4 പോയിന്റ്സ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോന്നിലും പഠിച്ചു വെച്ചോളൂ. ഓക്കെ, ഈ ഒരു ഡയഗ്രാം നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വൃത്തിയായിട്ട് പഠിക്കുക. കണ്ടില്ലേ, സ്പെർമാറ്റോഗോണിയ, മൈറ്റോസിസ് നടക്കുന്നു, പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്, ഫസ്റ്റ് മിയോസിസിലൂടെ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്, സെക്കൻഡ് മിയോട്ടിക് ഡിവിഷനിലൂടെ എന്താണ് സ്പെർമാറ്റിഡ്, അവിടുന്ന് സ്പെർമാറ്റോസോവ അല്ലെ, സ്പെർമിയോജനസിസ് വഴി സ്പെർമാറ്റോസോവ. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് ഫീമെയിലിന്റെയും oogenesisന്റെ പ്രോസസ്സ് കൊടുത്തിട്ടാണ്. ഈ ഡയഗ്രാം തന്നിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതും മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിക്കുക കേട്ടോ. ഓക്കെ, യെസ്. അടുത്തത് ഡയഗ്രമാറ്റിക് വ്യൂ ഓഫ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഇസ് ഗിവൺ ബിലോ. അപ്പൊ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ലേബൽ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഐഡന്റിഫൈ ABCD പാർട്സ്. ഓക്കെ, അപ്പൊ എ മക്കളെ നോക്കിക്കടാ. എ എന്ന് പറയുന്നത് എന്താണ്? ഇത് സെമിനൽ വെസിക്കിൾ അല്ലേ. ഇതെന്താണ്? ഇത് യെസ് സെമിനൽ വെസിക്കിൾ ആണ്. സെമിനൽ വെസിക്കിൾ. ബി എന്ന് പറയുന്നത് എന്താടാ? ഇത് സെമിനൽ വെസിക്കിൾ ആണെങ്കിൽ ബി എന്ന് പറയുന്നത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് അല്ലേ. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് അല്ലേ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ആണ്. ഓക്കെ, അതിന്റെ തൊട്ട് താഴെ എന്തുണ്ട്? ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ് ഉണ്ട്. സി എന്ന് പറയുന്നത് എന്താ? ടെസ്റ്റിസ് അല്ലടാ. സി എന്ന് പറയുന്നത് എന്താണ്? ടെസ്റ്റിസ് ആണല്ലേ. ഇത് ടെസ്റ്റിസ് ആണല്ലേ. ഓക്കെ, ഇനി ഡി എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിക്കേ. ഡി എന്ന് പറയുന്നത് എന്താ? ഇത് എപ്പിഡിഡൈമസ് അല്ലേ. എപ്പിഡിഡൈമസ്, എപ്പിഡിഡൈമസ് ആണ്. ഓക്കെ, എപ്പിഡിഡൈമസ് ആണ്. ABCD മാർക്ക് ചെയ്ത് കഴിഞ്ഞു. അടുത്തത് മെൻഷൻ ദി സർജിക്കൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ഇൻ മെയിൽ ആൻഡ് ഫീമെയിൽ. അതായത് മെയിലിലും ഫീമെയിലുള്ള അതായത് സർജിക്കൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്, സ്റ്റെറിലൈസേഷൻ മെത്തേഡ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ അതിന്റെ മുന്നേ ഒരു ചോദ്യം കൂടി ഉണ്ട്. ഇവിടെ നിങ്ങൾ കണ്ടോ, നെയിം ദ പാർട്ട് വിച്ച് ഇസ് കട്ട് ഓർ ടൈഡ് അപ്പ് ഡ്യൂറിംഗ് മെയിൽ സ്റ്റെറിലൈസേഷൻ. മെയിൽ സ്റ്റെറിലൈസേഷന്റെ സമയത്ത് ഏത് ഭാഗമാണ് കട്ട് ചെയ്ത് ടൈ ചെയ്ത് വെക്കുന്നത്? ഏത് ഭാഗമാണ്? വാസ് ഡിഫറൻസ് അല്ലടാ, വാസ് ഡിഫറൻസ് ആണ് അല്ലെ. അപ്പൊ മെയിൽ സ്റ്റെറിലൈസേഷൻ നമ്മൾ എന്ത് വിളിക്കും? വാസെക്ടമി എന്ന് വിളിക്കും. ഫീമെയിലാണെങ്കിലോ സർജറിയുടെ സമയത്ത് എന്ത് ചെയ്യും? ഫെലോപ്പിയൻ ട്യൂബ് കട്ട് ചെയ്ത് ടൈ ചെയ്ത് വെക്കുക അല്ലെ. ഓക്കെ, സോ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ട്യൂബക്ടമി എന്ന് വിളിക്കും. ഓക്കെ, ട്യൂബക്ടമി എന്ന് വിളിക്കും. അത് നമ്മൾ ബി ആൻസർ ആയിട്ട് എഴുതണം. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ദ ഗ്രാഫ് ഗിവൺ ബിലോ ഷോസ് ദ ലെവൽ ഓഫ് ഒവേറിയൻ ഹോർമോൺസ് ഇൻ എ നോർമൽ മെൻസ്ട്രേറ്റിംഗ് വിമൻ ഡ്യൂറിംഗ് ദ ഫോളിക്കുലാർ ഫേസ്. ഫോളിക്കുലാർ ഫേസിൽ ഒവേറിയൻ ഹോർമോൺ ലെവൽ കാണിച്ചിട്ടുള്ള ഒരു ഗ്രാഫ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നെയിം A and B എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എയും ബിയും എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത്? മക്കളെ നോക്കിക്കേ. അപ്പൊ ബി എന്ന് പറയുന്ന ഹോർമോൺ, അതായത് നമുക്കറിയാം 14th ഡേയില് ഓവുലേഷനാ സംഭവിക്കുക അല്ലെ, ഓവുലേറ്ററി ഫേസ്. ഓക്കെ, അപ്പൊ ബി എന്ന് പറയുന്ന ഹോർമോൺ ഇങ്ങനെ പീക്കിൽ പോയിട്ടുണ്ട്. അപ്പൊ ഒവേറിയൻ ഹോർമോണാ ചോദിച്ചത്, അത് ഏതായിരിക്കും? ഈസ്ട്രോജൻ ആയിരിക്കും. അപ്പൊ എ എന്ന് പറയുന്നത് എന്താ? പ്രൊജസ്ട്രോൺ ആണ്. ഓക്കെ, പ്രൊജസ്റ്റുറോൺ ആണ്. ഓക്കെ, ഇറ്റ് ഇസ് പ്രൊജസ്റ്റുറോൺ. ഓക്കെ, 14th ഡേയിൽ ഓവുലേഷൻ നടക്കുമ്പോൾ പീക്കിൽ ഈസ്ട്രോജൻ പോകുന്നു. ആൻഡ് ആ സമയത്ത് ഒവേറിയൻ ഹോർമോൺ ആയിട്ടുള്ള പ്രൊജസ്ട്രോൺ കുറവായിരിക്കും. ഈ പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺ പീക്കിൽ പോവുക എപ്പോഴായിരിക്കും? ലൂട്ടിയൽ ഫേസിലായിരിക്കും. ഓക്കെ, അടുത്തത് റീകൺസ്ട്രക്ട് ദ ഗ്രാഫ് ഷോയിങ് ദ ലെവൽ ഓഫ് ഹോർമോൺസ് ഇൻ ലൂട്ടിയൽ ഫേസ്. അതായത് ലൂട്ടിയൽ ഫേസിൽ ഈ ഹോർമോണിന്റെ ലെവൽ എങ്ങനെ മാറുന്നു എന്നുള്ളതാണ് നിങ്ങളോട് ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് കൃത്യമായിട്ട് വരച്ച് കാണിച്ചു കൊടുക്കണം. ലൂട്ടിയൽ ഫേസിൽ പ്രൊജസ്ട്രോൺ പീക്കിൽ പോയി, അപ്പൊ ആര് കുറഞ്ഞു? ഈസ്ട്രോജൻ കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെയിം ദ ഹോർമോൺ സെക്രേറ്റ് ബൈ കോർപ്പസ് ലൂട്ടിയം ആൻഡ് മെൻഷൻ ഇറ്റ്സ് ഫംഗ്ഷൻ. കോർപ്പസ് ലൂട്ടിയം സെക്രേറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏതാണടാ? ഇതാണ് കോർപ്പസ് ലൂട്ടിയം. ഇത് സെക്രേറ്റ് ചെയ്യുന്ന ഹോർമോൺ പ്രൊജസ്ട്രോൺ ആണ്.
ഓക്കെ, അതാണ് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത്. എന്താ അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? പ്രൊജസ്ട്രോൺ എന്തിനു ആവശ്യമുണ്ട്? പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമുണ്ട്. ഓക്കെ, ഇംപ്ലാന്റേഷൻ ഒക്കെ ആവശ്യമുള്ള ഹോർമോൺ ആണ് എന്തെന്ന് പറയുന്നത്? പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും മെൻസ്ട്രുവൽ സൈക്കിള് 3 മാർക്കിനെ ചോദിക്കുക. ഏത് ചോദ്യ പേപ്പർ വേണമെങ്കിലും നിങ്ങൾ എടുത്ത് നോക്കിക്കോ, 3 മാർക്കിന് ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവും. സം ടെക്നിക്സ് കോമൺലി യൂസ്ഡ് ഫോർ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ആർ ഗിവൺ ബിലോ. റീഡ് ദം കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് കുറെ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ജിഫ്റ്റ്, ICSA, IUI, IVF എന്നൊക്കെ പറഞ്ഞിട്ട്. Which of the above technique is used for the collection of sperm from the husband or healthy donor and artificially introduced into the vagina or uterus of the female? അതായത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഹസ്ബൻഡിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഡോണറിൽ നിന്നോ നമ്മൾ സ്പേം കളക്ട് ചെയ്യും. എന്നിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഫീമെയിലിന്റെ വെജൈന അല്ലെങ്കിൽ യൂട്രസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്താ വിളിക്കുക? ഓക്കെ, ഇതാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. ഓക്കെ, ആൻഡ് ഇത് യൂട്രസിലേക്കാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ അല്ലെ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നമുക്ക് എന്താ എടുക്കാൻ പറ്റുള്ളൂ? IUI അല്ലെ, IUI അതായത് ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ. ഓക്കെ അല്ലേ? യെസ്. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ സിഫ്റ്റ് ആൻഡ് ജിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫറും ഗാമീറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫറും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ, zygote intrafallopian transfer. ഇതാണ് ജിഫ്റ്റ്. ഓക്കെ, ഇനി ജിഫ്റ്റ് എന്താണ്? ഗാമീറ്റ് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ അല്ലെ, ഗിഫ്റ്റ്. യെസ്, ഇതെന്താണ്? ഗാമീറ്റ് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ. ഫുൾ എഴുതണോ? മിസ്സിന് മടിയാടാ, നിങ്ങൾക്ക് മടി പാടില്ല കേട്ടോ. മിസ് എഴുതാം. ഗാമീറ്റ് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ. അപ്പൊ സൈഗോട്ട് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് അത് നമുക്കറിയാം, ഫീമെയിൽ ബോഡിയുടെ പുറത്ത് വെച്ചിട്ട് അല്ലെ, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ ആണ് അല്ലെ. ഫീമെയിൽ ബോഡിയുടെ പുറത്ത് വെച്ചിട്ട് ലാബിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? സ്പേമും ഓവവും തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഫോം ചെയ്യും. അത് ശരിക്കും പറഞ്ഞാൽ അപ് ടു 8 ബ്ലാസ്റ്റോമിയേഴ്സ് മാത്രമുള്ള 8 ബ്ലാസ്റ്റോമിയേഴ്സ് മാത്രമുള്ള ആ കുഞ്ഞി സൈഗോട്ട് ജസ്റ്റ് ഡിവൈഡ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ കുഞ്ഞ് എംബ്രിയോ അല്ലെ, അതിനെ നമ്മൾ എന്താ ചെയ്യുക? ഫീമെയിലിന്റെ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഗാമീറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഫീമെയിലിന് ഓവം അഥവാ എഗ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, പക്ഷെ അവർക്ക് പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ടുള്ള സ്യൂട്ടബിൾ എൻവയോൺമെന്റ് ബോഡിയിലുണ്ട്, കണ്ടീഷൻസ് ഒക്കെ നോർമൽ ആണ്. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡോണറിൽ നിന്ന് എന്ത് കളക്ട് ചെയ്യും? എഗ് ഓർ ഓവം നമ്മൾ കളക്ട് ചെയ്യും. എന്നിട്ട് ആ ഗാമീറ്റിനെ നമ്മൾ എന്താ ചെയ്യുക? ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഗാമീറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് ജിഫ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അടുത്തത് റൈറ്റ് ദ കോമൺ ടേം യൂസ് ടു ഡിനോട്ട് ദ ടെക്നിക്സ് ഗിവൺ ബിലോ. അതായത് തന്നിരിക്കുന്ന ടെക്നിക്കുകളെ നമ്മൾ കോമൺ ആയിട്ട് എന്താ വിളിക്കുക? ART എന്നല്ലേ വിളിക്കുക? അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി അല്ലെ, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ ഡീവിയേഷൻ ഫ്രം മെന്റലിൻ ഇൻഹെറിറ്റൻസ്. ഇല്ലുസ്ട്രേറ്റ് വിത്ത് എക്സാമ്പിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഒരു ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഇപ്പൊ തന്നെ നിങ്ങൾ അവിടെ എഴുതി വെച്ചോ. ASR മിസ് പറഞ്ഞിട്ടുണ്ട് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഒരു ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണെന്ന്. വരുമോ നോക്കാലോ? ഇത് ഉറപ്പായും വന്നിരിക്കും. ഓക്കെ, അപ്പൊ നമ്മളൊരു എക്സാമ്പിൾ വെച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മൾ കൃത്യമായിട്ട് ക്രോസ് വരച്ച് കാണിച്ചു കൊടുക്കണം. ഇപ്പൊ എക്സാമ്പിൾ നമുക്ക് എന്തെടുക്കാം? മിറാബിലിസ് ജലാപ്പ. ഓക്കെ, മിറാബിലിസ് ജലാപ്പ. ഓക്കെ, നമ്മുടെ 4 o'clock പ്ലാന്റിലെ 4 മണിപ്പൂവ്. അപ്പൊ റെഡ് പൂക്കൾ ഉണ്ടാക്കുന്ന ചെടീനെയും വൈറ്റ് പൂവുള്ള ചെടീനെയും ക്രോസ് ചെയ്യാണ്. അപ്പൊ റെഡ് ക്യാപിറ്റൽ ആർ ഇൻറ്റു വൈറ്റ് സ്മോൾ ആർ ക്യാപിറ്റൽ ആർ ഇൻറ്റു സ്മോൾ ആർ. ഇതെന്താണ്? ഗാമീറ്റ് ആണ് അല്ലെ. ക്രോസ് ചെയ്തപ്പം ക്യാപിറ്റൽ ആർ സ്മോൾ ആർ അല്ലെ F1 ജനറേഷനിൽ കിട്ടിയത്. അപ്പോൾ ശരിക്കും മെന്റൽ പറഞ്ഞത് ക്യാപിറ്റൽ ആറും സ്മോൾ ആറും വന്നാൽ ക്യാപിറ്റൽ ആർ ഡൊമിനേറ്റ് ചെയ്യും, സ്മോൾ ആർ അവിടെ എന്താ റെസസീവ് ആണെന്നാ പറഞ്ഞത് അല്ലെ. അപ്പൊ അവിടെ റെഡ് ആയിരുന്നു കാണേണ്ടിയിരുന്ന ഒരു ക്യാരക്ടർ. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത്? ഏത് ട്രേറ്റ് ആണ് എക്സ്പ്രസ് ആയത്? പിങ്ക്, ഒരു ഇന്റർമീഡിയറ്റ് ക്യാരക്ടർ ആണ് ഇവിടെ എക്സ്പ്രസ് ആയിട്ടുള്ളത്. പിങ്ക് എന്ന് പറഞ്ഞാൽ അച്ഛനിലും അമ്മയിലും ഇല്ലാത്തൊരു പുതിയ ട്രേറ്റ് ആണ് പിങ്ക് ഫ്ലവേർഡ് പ്ലാന്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് അല്ലേ. ഇതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഇതിന് കാരണം എന്താ? ക്യാപിറ്റൽ ആർ സ്മോൾ ആറിനെ കംപ്ലീറ്റ് ആയിട്ട് ഡോമിനേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഇവര് രണ്ടുപേരും കൂടി മിക്സ് ആയിട്ട് ഒരു ഇന്റർമീഡിയറ്റ് ട്രേറ്റ് ആണ് ഇവിടെ എക്സ്പ്രസ് ആയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് F2 ജനറേഷൻ കാണണം അല്ലെ. അപ്പൊ F1 ഇൻറ്റു F1
capital R small r into capital R small r, capital R small r into capital R small r. Yes, അപ്പോൾ Punnett square വരച്ച് ചെയ്താൽ ബെറ്റർ ആയിരിക്കും കേട്ടോ. capital R small r, capital R small r. capital R വന്നാൽ റെഡ്, capital R small r വന്നിട്ടുണ്ടെങ്കിലോ പിങ്ക് ആണ് അല്ലേ. capital R small r വന്നിട്ടുണ്ടെങ്കിൽ പിങ്ക് ആണ്, small r വന്നിട്ടുണ്ടെങ്കിൽ വൈറ്റ് ആണ്. അപ്പൊ നമുക്ക് ഒരു റെഡ് capital R, രണ്ട് capital R small r അതായത് പിങ്ക്, ഓക്കെ, ഒരു സ്മോൾ ആർ വൈറ്റും ആ കിട്ടിയത്. അപ്പൊ ഫിനോട്ടിപ്പിക് ആൻഡ് ജിനോട്ടിപ്പിക് റേഷ്യോ സെയിം ആണ്, 1:2:1 ആണ്. ഇതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. അപ്പൊ ഒന്നില്ലെങ്കിൽ മിറാബിലിസ് ജലാപ്പ അല്ലെങ്കിൽ ആൻഡർഹൈനം മേജസ്, നമ്മൾ സ്നാപ് ഡ്രാഗൺ, ഓക്കെ, ഏതെങ്കിലും ഒരു എക്സാമ്പിൾ വെച്ചിട്ട് മക്കൾ എന്ത് ചെയ്യുക, ക്രോസ് ചെയ്ത് കാണിച്ചു കൊടുക്കുക കേട്ടോ. അടുത്തതാണ് ഡിസ്റ്റിംഗ്വിഷ് മെയിൽ ഹെട്രോഗാമീറ്റി ആൻഡ് ഫീമെയിൽ ഹെട്രോഗാമീറ്റി വിത്ത് എക്സാമ്പിൾ എന്താണ് ചോദിച്ചിരിക്കുന്നത്. മെയിൽ ആൻഡ് ഫീമെയിൽ ഹെട്രോഗാമീറ്റി എന്താണെടാ? ഹെട്രോഗാമീറ്റി എന്ന് പറഞ്ഞാൽ അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗാമീറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഹെട്രോഗാമീറ്റി അല്ലെ. രണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗാമീറ്റ്സിനെ ഉണ്ടാക്കുക അല്ലെ. ഓക്കെ, അത് മെയിൽ ആണെങ്കിലോ മെയിൽ ഹെട്രോഗാമീറ്റി, ഫീമെയിൽ ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഫീമെയിൽ ഹെട്രോഗാമീറ്റി. ഓക്കെ, അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ വെച്ചിട്ട് വേണം നമ്മൾ കാണിച്ചു കൊടുക്കാൻ. അപ്പൊ ഫസ്റ്റ് നമുക്ക് മെയിൽ ഹെട്രോഗാമീറ്റി, മെയിൽ ഹെറ്റിറോഗാമീറ്റി. ഈ മെയിൽ ഹെറ്റിറോഗാമീറ്റിയുടെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത് XXXY മെക്കാനിസം. XXXY മെക്കാനിസം പഠിച്ചു. XXXY മെക്കാനിസം കാണിക്കുന്നത് ആരൊക്കെ? നമുക്ക് എക്സാമ്പിൾ പഠിച്ചത് നമ്മൾ ഹ്യൂമൻ ബീങ്സ് പഠിച്ചില്ലടാ. പിന്നെ നമ്മൾ ആരെ പഠിച്ചു? ഡ്രോസോഫില അല്ലേ. ആരെ പഠിച്ചു? ഡ്രോസോഫില പഠിച്ചു. ഓക്കെ, ഇനി മെയിൽ ഹെട്രോഗാമീറ്റിന്റെ അടുത്ത എക്സാമ്പിൾ ആണ് XXXO മെക്കാനിസം. യെസ്, ഗ്രാസ് ഹോപ്പർ, ഇൻസെക്ട്സ് ഒക്കെ കാണിക്കുന്നു. ഓക്കെ അല്ലേ. ഇനി ഫീമെയിൽ ഹെട്രോഗാമീറ്റി എന്താണെടാ? ഫീമെയിൽ ഹെറ്റിറോഗാമീറ്റി. അപ്പൊ ഫീമെയിൽ ഹെട്രോഗാമീറ്റിന്റെ എക്സാമ്പിൾ ആണ് ZW മെക്കാനിസം. ബേർഡ്സ് ആണ് കാണിക്കുന്നത്. ഓക്കെ, ബേർഡ്സ് ആണ് കാണിക്കുന്നത്. ഇതിന്റെ പുറമെയാണ് നമ്മൾ ഹാപ്ലോ ഡിപ്ലോയിഡ് സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം ഒക്കെ പഠിച്ചത്. ഹണീബി ആണ് കാണിക്കുന്നത് കേട്ടോ. ഹണീബീൻ്റെ നിങ്ങൾക്ക് ഒരു മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ടേ ചോദിക്കുള്ളൂ. അപ്പൊ ഇത് രണ്ടുമാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ചോദിക്കുക. ഓക്കെ, യെസ്. അപ്പൊ മെയിൽ ഹെട്രോഗാമീറ്റി നമുക്ക് എന്ത് ചെയ്യാം? ഹ്യൂമൻ ബീങ്സിന്റെ അല്ലെങ്കിൽ ഡ്രോസോഫിലയുടെ ക്രോസ് ചെയ്ത് കാണിച്ചു കൊടുക്കാം. XX into XY, XY അല്ലടാ. ഓക്കെ, അപ്പൊ നമുക്ക് Punnett സ്ക്വയർ വരയ്ക്കാം, അതല്ലേ കുറച്ചും കൂടി ഈസി. ഓക്കെ, യെസ്, XY, XX, XY. ഓക്കെ, XX വന്നാൽ ഗേൾ, XY വന്നാൽ എന്താണ്? ബോയ് ആണ് അല്ലേ. ഓക്കെ, അപ്പൊ ഇവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗാമീറ്റ്സിനെ ഉണ്ടാക്കുന്നത് അച്ഛനാണ്. അപ്പൊ അച്ഛനിൽ നിന്ന് വരുന്നത് X ആണോ അല്ലെങ്കിൽ അച്ഛനിൽ നിന്ന് വരുന്ന സ്പേം ക്യാരി ചെയ്യുന്നത് Y ക്രോമസോം ആണോ, അതിനനുസരിച്ചാണ് കുഞ്ഞാണോ പെണ്ണോ ആവുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദ എക്സാമ്പിൾ ഓഫ് മെയിൽ ഹെറ്റിറോഗാമീറ്റി ആൻഡ് ഫാദർ ഡിറ്റർമൈൻസ് ദ സെക്സ് ഓഫ് ദ ചൈൽഡ്. ഓക്കെ, അടുത്തത് നമ്മൾ ഫീമെയിൽ ഹെറ്റിറോഗാമീറ്റിയിലേക്ക് പോവാണെങ്കിൽ നോക്കിക്കേ, എന്താണ് ZW മെക്കാനിസം നമ്മൾ പറഞ്ഞു. അപ്പൊ ഇവിടെ ZW നിങ്ങൾ Z എന്ന് പറയുന്നത് മെയിലാടാ. ഇവിടെ XY എന്ന് പറയുന്നത് ആരായിരുന്നു? മെയിലായിരുന്നു. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗാമീറ്റ്സിനെ ഉണ്ടാക്കുന്നത് മെയിലാണ്. പക്ഷെ ഇവിടെ Z എന്ന് പറയുന്നത് എന്താണ്? മെയിലാണ്. അപ്പൊ ZW എന്ന് പറയുന്നത് ഫീമെയിലാ. അപ്പൊ ഇവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗാമീറ്റ്സിനെ ഉണ്ടാക്കുന്നത് ആരാണ്? ഫീമെയിൽ ആണ് അല്ലേ, ഫീമെയിൽ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഇങ്ങനെ Punnett സ്ക്വയർ വരയ്ക്കാം. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ Punnett സ്ക്വയർ വരയ്ക്കാം. ഇവിടെ ZW, ZZ. അപ്പൊ ZZ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? ഏത് പക്ഷിക്കുട്ടിയാ ജനിക്കുന്നത്? ആൺപക്ഷിയാണല്ലേ. ഓക്കെ, മെയിൽ ബേർഡ് ആണല്ലേ, മെയിൽ അല്ലെങ്കിൽ ബോയ് ബേർഡ് ആണ്. ZW വന്നാലാണ് ഗേൾ ബേർഡ്. അപ്പൊ ഇവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗാമീറ്റ്സിനെ ഉണ്ടാക്കുന്നത് ആരാണ്? അമ്മയാണ്. അപ്പൊ അമ്മയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? കുഞ്ഞിന്റെ സെക്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അമ്മയുടെ എഗ് ക്യാരി ചെയ്യുന്നത് ഏത് ക്രോമസോം ആണോ, Z ആണോ W ആണോ, അതിനനുസരിച്ചായിരിക്കും ഇവിടെ കുഞ്ഞ് ആണോ പെണ്ണോ ആവുന്നത് കേട്ടോ. ഓക്കെ, ഇതാണ് മെയിൽ ആൻഡ് ഫീമെയിൽ ഹെട്രോഗാമീറ്റി വിത്ത് എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ, the amino acid composition of the relevant portion of beta chain of two hemoglobin molecules are shown below. Which one of the polypeptide chain is abnormal? അപ്പൊ ഈ തന്നിരിക്കുന്നതിൽ അതായത് ഏത് polypeptide chain of beta globin chain of hemoglobin is abnormal എന്നാ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഏതാണടാ? അതായത് 6th പൊസിഷനിൽ എന്താണ്? 6th പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡ് ഇരിക്കുന്നതിന് പകരം അവിടെ ആര് വന്നിരിക്കും? വാലിൻ വന്നിരിക്കുമെങ്കിൽ അതെന്താണ്? അബ്നോർമൽ ബീറ്റാ ഗ്ലോബിൻ ചെയിൻ ഓഫ് ഹീമോഗ്ലോബിൻ അല്ലേ. സോ
2 abnormal ആണ് അല്ലേ? 6th പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡ് ഇരിക്കണം. അതിന് പകരം അവിടെ ആര് വന്നിരിക്കും? അവിടെ വാലിൻ വന്നിരിക്കുന്നു. വാലിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് വന്നിരിക്കുന്നു. ഓക്കെ, അപ്പൊ അതെന്താണ്? അബ്നോർമൽ ആണ് അല്ലേ? നെയിം ദ ഡിസോർഡർ കോസ്ഡ് ബൈ ഇറ്റ്. ഇത് ഏത് ഡിസോർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്? സിക്കിൾ സെൽ അനീമിയ ആണ്. ഓക്കെ, സിക്കിൾ സെൽ അനീമിയ. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ് അബ്നോർമാലിറ്റി? എന്താണ് സിക്കിൾ സെൽ അനീമിയക്ക് കാരണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ നോക്കിക്കേ, അതായത് നമ്മുടെ ഹീമോഗ്ലോബിനിൽ 4 പോളിപെപ്റ്റൈഡ് ചെയിൻ ഉണ്ട്. 2 ആൽഫ 2 ബീറ്റാ ഗ്ലോബിൻ ചെയിൻ ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഈ ബീറ്റാ ഗ്ലോബിൻ ചെയിനിനെ ഉണ്ടാക്കുന്ന ജീൻ, ഓക്കെ, ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഇസ് മെയ്ഡ് ഓഫ് 4 പോളിപെപ്റ്റൈഡ് ചെയിൻ. ഇറ്റ് ഇസ് എ പ്രോട്ടീൻ. ഓക്കെ, അപ്പം ആ ഒരു ബീറ്റാ ഗ്ലോബിൻ ചെയിൻ ഉണ്ടാക്കുന്ന ജീന് മ്യൂട്ടേറ്റഡ് ആവും. ജീൻ മ്യൂട്ടേറ്റഡ് ആവുമ്പോൾ അബ്നോർമൽ ആയിട്ടുള്ള ബീറ്റാ ഗ്ലോബിൻ ചെയിൻ ഉണ്ടാവുക. അതായത് 6th പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡ് ഇരിക്കുന്നതിന് പകരം അവിടെ വാലിൻ വന്നിരിക്കും. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഹീമോഗ്ലോബിൻ ഇല്ലേ, ഹീമോഗ്ലോബിൻ പോളിമറൈസ്ഡ് ആവും, പോളിമറൈസേഷൻ നടക്കും. അതിന്റെ ഭാഗമായിട്ട് അതായത് ബൈകോൺകേവ് ഡിസ്ക് ഷേപ്പിലുള്ള നമ്മുടെ RBC എന്ത് ചെയ്യും? ഇങ്ങനെ വളഞ്ഞ് എന്തായിട്ട് മാറും? സിക്കിൾ ഷേപ്പ് ആയിട്ട് മാറുന്നു. സിക്കിൾ ഷേപ്ഡ് RBC ഉണ്ടാവും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സിക്കിൾ സെൽ അനീമിയ എന്ന് വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, അതാണ് അതിന്റെ റീസൺ. യെസ്, ഇനി മക്കളെ നോക്കിക്കേ, വാട്ട് ഈസ് ദ എഫക്ട് ഓഫ് ദിസ് അബ്നോർമാലിറ്റി ഇൻ സച്ച് ഇൻഡിവിജ്വൽസ്? എന്താ എഫക്ട് എന്നാ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, അതായത് ഇങ്ങനെ വട്ടമുള്ള RBC ആണെങ്കിൽ രക്തക്കുഴലിലൂടെ അതിങ്ങനെ സിമ്പിളായിട്ട് സുഖമായിട്ട് ഫ്ലോ ചെയ്യും. പക്ഷേ ഈ വളഞ്ഞിരിക്കുന്ന സിക്കിൾ ഷേപ്ഡ് RBC ബ്ലഡ് വെസലിൽ ഇങ്ങനെ കെട്ടിക്കിടക്കും. അപ്പൊ അവിടെ ബ്ലഡ് ഫ്ലോ എന്താവും? ബ്ലോക്ക് ആവും അല്ലെ? ബ്ലഡ് ഫ്ലോ ബ്ലോക്ക് ആവും. ആൻഡ് ഓൾസോ ബൈകോൺകേവ് ഡിസ്ക് ഷേപ്പുള്ള RBCക്കാണ് ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി കൂടുതൽ. പക്ഷെ സിക്കിൾ ഷേപ്ഡ് RBCക്ക് ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും കേട്ടോ. ഇതൊക്കെയാണ് അതിന്റെ എന്താണ് എഫക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ സിക്കിൾ സെൽ അനീമിയ. ഒരൊറ്റ ക്വസ്റ്റ്യനിൽ തന്നെ നമ്മൾ എന്താ കംപ്ലീറ്റ് കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞല്ലേ? ഓക്കെ, ഇതൊരു ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, പെഡിഗ്രി അനാലിസിസ് ഓഫ് 2 മെന്റൽ ഡിസോർഡേഴ്സ് ആർ ഷോൺ ബിലോ. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന 2 പെഡിഗ്രി ചാർട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. ഐഡന്റിഫൈ ദ ട്രേറ്റ് റെപ്രസെന്റഡ് ആസ് A and B. എയും ബിയും എന്താണെന്ന ചോദ്യം. എ എന്ന് പറയുന്നത് എന്താണ്? ഓട്ടോസോമൽ ഡൊമിനന്റ് ട്രേറ്റ് ആയിട്ടുള്ള മയോട്ടോണിക് ഡിസ്ട്രോഫി. ബി എന്ന് പറയുന്നത് ഓട്ടോസോമൽ റെസസീവ് ട്രേറ്റ് ആയിട്ടുള്ള സിക്കിൾ സെൽ അനീമിയ. Which is a symbol for consanguineous mating used in pedigree analysis. Pedigree analysis le consanguineous mating അല്ലെ, മീറ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റീവ്സ് നമുക്ക് എങ്ങനെ കാണിക്കാൻ പറ്റും? ഒരു പെട്ടി, ഒരു വട്ടം, നടുക്ക് 2 വര. ഓക്കെ, സിമ്പിൾ ആണ്. അടുത്തത്, വാട്ട് ഡു യു മീൻ ബൈ പെഡിഗ്രി അനാലിസിസ്? എന്താ പെഡിഗ്രി അനാലിസിസ് എന്ന് പറഞ്ഞാൽ? അതായത് ഒരു ഫാമിലി ഹിസ്റ്ററിനെ നമ്മളൊരു പെഡിഗ്രി ചാർട്ട് വഴി നമ്മളിങ്ങനെ റെപ്രസെന്റ് ചെയ്യും. സിമ്പിൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് എന്തിനു വേണ്ടിയിട്ടാ? പല തലമുറകളിലായിട്ട് കൈമാറി വരുന്ന ചില പെർട്ടിക്കുലർ ട്രേറ്റ്സ്, ജെനറ്റിക് ഡിസോർഡേഴ്സ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല. അതാണ് പെഡിഗ്രി അനാലിസിസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 മാർക്ക് ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മക്കളെ, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ 1 മാർക്ക് 2 മാർക്ക് 3 മാർക്കിന്റെ വീഡിയോ ഒക്കെ എന്ത് ചെയ്യുക? ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ 3 വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ആയിട്ടുണ്ട്. കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിക്കുക. ആൻഡ് ഓൾസോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ഇതിന്റെ പുറമെ നമ്മൾ കുറെ ഷോർട്സും ചെയ്തിട്ടുണ്ട്. ആ ഷോർട്സ് ഒക്കെ ഒന്ന് എന്ത് ചെയ്യുക? എടുത്ത് കാണുക. അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിൽ കാണാം. Till then, ta-ta, all the best.